സംസ്ഥാനത്തെ ആഞ്ഞടിച്ച UDF തരംഗത്തിൽ ജില്ലയിൽ LDFിന് നേടാനായത് 6 സീറ്റുകൾ മാത്രം. പയ്യന്നൂർ പോലുള്ള ഉറച്ച കോട്ടയിൽ പോലും തകർത്തെറിഞ്ഞ് UDF ജില്ലയിൽ വ്യക്തമായ ആധിപത്യമാണ് നേടിയത്. തിരഞ്ഞെടുപ്പ് UDF തൂക്കി. കണ്ണൂരിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 5 സ്ഥലങ്ങളിൽ വൻ ഭൂരിപക്ഷമാണ് UDFിനുള്ളത്. പേരാവൂർ, ഇരിക്കൂർ മണ്ഡലങ്ങളിൽ മാത്രം കൈവശമുണ്ടായിരുന്ന UDF ഇത്തവണ തളിപ്പറമ്പിലും കണ്ണൂരിലും പയ്യന്നൂരിലും അട്ടിമറി വിജയം നേടി. ജില്ലയിൽ 9 സീറ്റുകൾ ഉണ്ടായിരുന്ന LDF 6-ൽ ഒതുങ്ങി. ജയിച്ച മണ്ഡലങ്ങളിൽ എല്ലാം തന്നെ കഴിഞ്ഞ തവണ ലഭിച്ച ഭൂരിപക്ഷത്തിന്റെ അടുത്തുപോലും എത്തിയില്ല. തുടക്കം മുതൽ പിന്നിലായിരുന്ന പിണറായി വിജയൻ ധർമ്മടം, പിണറായി, പെർളശ്ശേരി പഞ്ചായത്തുകളിലെ വോട്ടുകൾ കൊണ്ട് മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത്. പയ്യന്നൂർ സിറ്റിംഗ് MLA TA മധുസൂദനനെ പരാജയപ്പെടുത്തിയാണ് മുൻ CPM ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി V കുഞ്ഞികൃഷ്ണൻ 7487 വോട്ടിന് ജയിച്ചത്. തലശ്ശേരി മണ്ഡലം LDF സ്ഥാനാർത്ഥി കാരായി രാജൻ 20523 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് UDFിലെ KP സാജുവിനെ പരാജയപ്പെടുത്തിയത്. കല്യാശ്ശേരി മണ്ഡലം LDF സ്ഥാനാർത്ഥി M വിജിൽ 18433 വോട്ട്. ഇരിക്കൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സജീവ് ജോസഫ് 42400. മട്ടന്നൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി VK സനോജ് 14168. അഴീക്കോട് മണ്ഡലം LDF സ്ഥാനാർത്ഥി VK സുമേഷ് കേവലം 349 വോട്ടിനാണ് ജയിച്ചത്. ധർമ്മടത്ത് മുഖ്യമന്ത്രിയും LDF സ്ഥാനാർത്ഥിയുമായ പിണറായി വിജയന് വൻ തിരിച്ചടിയാണ് കിട്ടിയത്. 19247 വോട്ടാണ് കിട്ടിയത്. കൂത്തുപറമ്പ് മണ്ഡലം LDF സ്ഥാനാർത്ഥി RJDയിലെ PK പ്രവീൺ 1286. മട്ടന്നൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി VK സനോജ് 14168. തളിപ്പറമ്പ് മണ്ഡലം UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച മുൻ CPM നേതാവ് TK ഗോവിന്ദൻ 17000ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് LDFിലെ PK ശ്യാമള ടീച്ചറെ പരാജയപ്പെടുത്തിയത്. LDFിന്റെ സിറ്റിംഗ് സീറ്റായ കണ്ണൂർ മണ്ഡലത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി 18551 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയാണ് UDFിലെ TO മോഹനൻ വിജയിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് സൈറ്റ്.